മാന്യപ്രേക്ഷകർക്ക് എൻ്റെ പ്രണാമം. ഇന്നലത്തെ മാതൃഭൂമി പത്രത്തില് സന്തോഷം തോന്നിക്കുന്നൊരു വാർത്ത, നെഗറ്റീവിൽ സന്തോഷം തോന്നിക്കുന്നൊരു വാർത്തയാണ്. ഇത്രയെല്ലാം നെഗറ്റീവുകള് ക്രൈസ്തവ സമൂഹത്തിലെ അച്ഛന്മാരെ, കപ്പ്യാർമാരും വികാരിമാരും ചെയ്യുന്നത് ആ സമൂഹം ഇങ്ങനെ വെറുതെ കണ്ടുകൊണ്ട് കൈകെട്ടി നിൽക്കുന്നു എന്നുള്ള ഒരു വേദന തോന്നിയിരുന്നു. ഹിന്ദുക്കളുടെ ഇടയിൽ എന്തെങ്കിലും തിന്മകൾ ഏതെങ്കിലും സന്യാസി അല്ലെങ്കിൽ സന്യാസ ജീവിതം സ്വീകരിക്കുന്നവര് പ്രചരിപ്പിച്ചാൽ എതിർക്കുന്നുള്ളത് ഉറപ്പാണ്, അല്ലെങ്കിൽ വിട്ടുനിൽക്കുന്നുള്ളത് ഉറപ്പാണ്. മറ്റ് രണ്ട് മതങ്ങളുടെ കാര്യം അതല്ല. പക്ഷെ ഇന്നലെ സംഭവിച്ചത് ഗംഭീരമായിട്ടാണ്. ഇന്ന് നോക്കുക, വളരെ രസം. സ്ത്രീകളെ, കന്യാസ്ത്രീകൾ കുമ്പസാരിപ്പിക്കണമെന്ന് ആവശ്യപ്പെട്ട് സത്യാഗ്രഹം. മാതൃഭൂമി അത് നന്നായിട്ട് കൊടുത്തിട്ടുണ്ട് ഇന്നലത്തെ പേപ്പറിൽ 5ാമത്തെ പേജിൽ. പെൺകുട്ടികളെയും സ്ത്രീകളെയും കുമ്പസാരിപ്പിക്കാനുള്ള അവകാശം കന്യാസ്ത്രീകൾക്ക് നൽകണമെന്ന് ആവശ്യപ്പെട്ട് കേരള കാത്തലിക് റിഫർമേഷൻ മൂവ്മെന്റ് KCRM പ്രവർത്തകർ ബിഷപ്പ് ഹൗസിന് മുമ്പിൽ സത്യാഗ്രഹ സമരം നടത്തി. ഇത് ചങ്കൂറ്റമുള്ളൊരു വരിയാണ്, വാർത്തയാണ്, ചെയ്ത്താൻ പ്രവൃത്തിയാണ്. എറണാകുളം അങ്കമാലി അതിരൂപതയുടെ ആർച്ച് ബിഷപ്പ് ഹൗസിന് മുന്നിൽ രാവിലെ 11-ന് സത്യജ്വാല മാസികയുടെ എഡിറ്റർ ജോർജ് മൂലൈച്ചാലിൽ ഉദ്ഘാടനം ചെയ്തു. തുടർന്ന് KCRM നിയമോപദേഷ്ടാവ് ഇന്ദുലേഖ ജോസഫ് ബൈബിൾ വായിച്ച് സത്യാഗ്രഹ സമരത്തിന് തുടക്കമിട്ടു. ജോയിന്റ് ക്രിസ്ത്യൻ കൗൺസിൽ, ലാറ്റിൻ കാത്തലിക് അസോസിയേഷൻ, ക്നാനായ കത്തോലിക്ക സഭ, നവീകരണ പ്രസ്ഥാനം എന്നിവയുടെ പിന്തുണയോടെയായിരുന്നു സമരം. സമരത്തിന് ഐക്യദാർഢ്യം പ്രഖ്യാപിച്ച് ജോയിന്റ് ക്രിസ്ത്യൻ കൗൺസിൽ സംസ്ഥാന പ്രസിഡന്റ് ജോസഫ് വെളിവിൽ, KCRM ചെയർമാൻ ജോർജ് ജോസഫ്, ലാറ്റിൻ കാത്തലിക് അസോസിയേഷൻ പ്രസിഡന്റ് ER ജോസഫ്, സഭ പുറത്താക്കിയ സിസ്റ്റർ മരിയ എന്നിവർ പ്രസംഗിച്ചു. DYFIയുടെയും SFIയുടെയും CPMന്റെയും ആരെയും കണ്ടില്ല. എന്താണാവോ? സാധാരണ അങ്ങോട്ട് ഇടിച്ചു കയറി അവരുടെ കൂട്ടത്തിൽ നിൽക്കാൻ മനസ്സ് കാണിക്കുന്ന ത്യാഗസമ്പന്നരായവരെ അകത്തേക്ക് കയറ്റാത്തത് ചങ്കൂറ്റമുള്ള ആണുങ്ങളും പെണ്ണുങ്ങളും അകത്തുണ്ടായിരുന്നവരായതുകൊണ്ടായിരിക്കാം. അടുത്ത വരി, കൂടുതൽ സമര പരിപാടികളിലേക്ക് നീങ്ങാനാണ് ആലോചിക്കുന്നതെന്ന് ഇന്ദുലേഖ ജോസഫ് പറഞ്ഞു. ഏതായാലും ബിഷപ്പുമാരും കർദിനാൽമാരും വികാരികളും വികാരം ഇല്ലാത്തവരും ഒക്കെ കൂടി കാട്ടിക്കൂട്ടുന്ന കർത്താവിനെ പോലെ ദിവ്യഗർഭം നൽകുന്ന ഒരു പ്രക്രിയയിൽ അടുത്ത കാലത്ത് കഴിഞ്ഞ ഞായറാഴ്ച ഇറങ്ങിയ ശാലേം എന്ന് പറയുന്ന പത്രത്തിൽ ഒരു വരി വന്നതായിട്ട് വാട്സപ്പിൽ വായിച്ചു. സത്യമാണോ എന്ന് എനിക്ക് അറിഞ്ഞൂടാ. ആ പെൺകുട്ടിക്ക്, ഈ കണ്ണൂരില് ദിവ്യഗർഭം സ്വീകരിക്കേണ്ടി വന്ന ആ പെൺകുട്ടിയോട് ഉപദേശിക്കുന്നതാണ്. അവളെ, നിന്നോട് എനിക്ക് അനുകമ്പയില്ല. ലോഹയിട്ട അച്ഛൻ, പിതാവ് ക്രിസ്തുവിന്റെ പ്രതിരൂപമായിട്ട് ദിവ്യത്വമുള്ള വ്യക്തിയാണ്. അദ്ദേഹം മനുഷ്യ ജഡശരീരത്തോടു കൂടിയാണ് നിലനിൽക്കുന്നത് എന്നുള്ളത് കൊണ്ട് അദ്ദേഹത്തിന് വികാരമുണ്ടാവാൻ സാധ്യതയുള്ളത് കൊണ്ട് നീ അദ്ദേഹത്തിനെ പറഞ്ഞു മനസ്സിലാക്കി നീ അതിൽ നിന്ന് മാറേണ്ടിയിരുന്നു. ജീവിതാന്ത്യത്തില് കർത്താവിന്റെ മുമ്പില് നിന്നെ വിളിക്കുമ്പോൾ, നീ പറയുമ്പോൾ നീയാണ് ഭാവി എന്ന് കർത്താവ് നിന്നെ അറിയിക്കും. കർത്താവ് നിന്നെ അറിയിക്കും, പാപം ചെയ്തവൾ നീയാണ്. ആ ലോഹയ്ക്കുള്ളിലെ കർത്താവിന്റെ പ്രതിപുരുഷനായിട്ടുള്ള വികാരിയല്ല കർത്താവിന്റെ മുമ്പില് പ്രതിയായിട്ട് നിൽക്കുക, നീ ആയിരിക്കും പ്രതിയായിട്ട് നിൽക്കേണ്ടി വരുക. അല്ലയോ മകളെ, നിന്റെ കൂടെ നിൽക്കാനോ, നിന്നെ ആശ്വസിപ്പിക്കാനോ, നിനക്ക് അബദ്ധം പറ്റിയെന്ന് പറയാനോ, ആ പിതാവ് തെറ്റ് ചെയ്തു എന്ന് പറയാനോ ഒരിക്കലും ഞങ്ങൾക്ക് സാധിക്കില്ലെന്ന് കൂടി നിന്നെ ഓർമ്മിപ്പിക്കുന്നു. ഇതാണ് ആ ശാലേം പത്രത്തിൽ വന്ന വാർത്ത, വാട്സപ്പിലൂടെ വന്നത്. അത് ആ പത്രത്തിൽ ഞായറാഴ്ച വന്നിട്ടുണ്ടെങ്കിൽ സമരം ഇതുപോലെയാക്കിയാൽ വിജയിക്കില്ലെന്ന് കൂടി പറയുന്നു. നല്ല മർക്കട മുഷ്ടിയും ഇരുമ്പിന്റെ
കത്തിക്കാളുന്ന ചങ്ങലയുടെ ശക്തിയുമുള്ള ന്യൂനപക്ഷത്തിൻ്റെ ചങ്കൂറ്റത്തോടു കൂടി പോകുന്ന ഒരു സമൂഹത്തിനെ, ഒരുപക്ഷെ മുകളിൽ സോണിയാഗാന്ധി ഇറ്റലിക്കാരി ഇല്ലായിരിക്കാം, എങ്കിലും ഭാരതത്തെ ലോകത്തിൻ്റെ മുമ്പിൽ ചങ്ങലക്കിട്ട മാതിരി ഇടാൻ കഴിവുള്ള കുറേ പേര് മുകളിലുണ്ട്. കർത്താവിൻ്റെ പേരിലും യഹോവയുടെ പേരിലും മതത്തിൻ്റെ പേരിലും ന്യൂനപക്ഷത്തിൻ്റെ പേരിലും. അവരെയൊക്കെ ഒന്ന് വരച്ച വരയിൽ നിർത്തണമെങ്കിൽ പത്രമാധ്യമങ്ങൾ സത്യം പറഞ്ഞു തുടങ്ങിയിരിക്കുന്നു. വിനു വി ജോണിൻ്റെയൊക്കെ ചില വരികളൊക്കെ ശക്തമായിട്ട് ഏഷ്യാനെറ്റിൽ വന്നു തുടങ്ങിയിട്ടുണ്ട്. ടൈംസ് നൗവിലും NDTVയിലും CNN IBNൽ ഞാൻ നിരന്തരം ഈ 2-3 ദിവസമായിട്ട് കാണാറുണ്ടായിരുന്നു. ചങ്കൂറ്റത്തോടുകൂടി കാര്യങ്ങൾ വരുന്ന കാഴ്ച കാണുമ്പോൾ ക്രൈസ്തവ സമൂഹത്തിൽ നിന്ന് ഇതുപോലെയുള്ള ഒരു പ്രതികരണം അതിശക്തമായി കുറെ കൂടി വരുമ്പോൾ തീർച്ചയായിട്ടും ഇതിനെയൊക്കെ സൗമനസ്യം ചെയ്യിക്കാൻ ആൾക്കാരുണ്ടാവും. ഇത് രാഷ്ട്രീയത്തിലേക്ക് കടക്കാതെ, രാഷ്ട്രീയക്കാർ ഇതിൽ ചൂഷണം ചെയ്യാതെ, ധന്യമായിട്ടുള്ള പള്ളി പുറത്താക്കിയ സിസ്റ്ററെ വിളിച്ചു കൊണ്ടുവന്നു എന്ന് പറയുമ്പോൾ അത് ശരിക്ക് ഒരു പ്രത്യേകതയുള്ളത് തന്നെയാണ് എന്നുകൂടി ഈ വാർത്ത വായിച്ച് ഓർമ്മിപ്പിക്കുന്നു. പ്രണാമം, നമസ്കാരം.